ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. മരണം വരെ അയാൾക്ക് എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ഇനി അയാളും നീയും തമ്മിൽ ഈ ബന്ധം തുടരുന്നെന്ന് ഞാൻ അറിഞ്ഞ 7 വർഷമല്ല, മരണം വരെ അയാളെ പൂട്ടിയിടും ഞാൻ. കേട്ടോടി. എന്തായാലും മാഡം നന്ദൻ സാറിനൊന്ന് സൂക്ഷിച്ചു കേട്ടോ. നാളെ ഈ ഡോക്ടറെ ഒരു കൊച്ചിനെയും കൊണ്ട് നെല്ലിശ്ശേരിയിൽ വന്നാലേ എന്താവും മാഡത്തിന്റെ സ്ഥിതി? മാഡത്തിനാണെങ്കിൽ ഇതുവരെ കുട്ടികൾ പോലുമില്ല. ആ ഡോക്ടർ 1ാം ഭാര്യയും മാഡം 2ാം ഭാര്യ ആവാതിരുന്നാ നല്ലത്. മതി, ഇനി നീ ഒന്നും പറയണ്ട. എനിക്കെല്ലാം മനസ്സിലായി. നീ ഫോൺ വെക്ക. ഇനി എന്താ ചെയ്യണ്ടെന്ന് എനിക്കറിയാം. പിന്നെ നീ ഈ കാര്യം ആരോടും പറയാൻ നിൽക്കണ്ട. മനസ്സിലായോ? മനസ്സിലായി മാഡം. ഞാൻ ആരോടും പറയില്ല. ഞാനത് കണ്ടതുകൊണ്ട് മാഡത്തിന് വിവരം അറിയിച്ചു. ഇല്ലായിരുന്നെങ്കിലോ? മാഡം ഇതുപോലത് അറിയായിരുന്നോ? വെറുതെ അല്ല അയാൾ എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നത്. അവള് ഗർഭിണിയാണ്. അതാണ് ഞാൻ ഡോക്ടറെ കാണാൻ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ അയാൾ എതിർത്തത്. ജോയിന്റ് ഡിവോഴ്സ് പെറ്റീഷൻ കൊടുക്കാന്ന് അയാൾ പറഞ്ഞത് അവള് ഗർഭിണി ആയതുകൊണ്ട് തന്നെ ആയിരിക്കും. അർച്ചനയും സച്ചി അതിന് സപ്പോർട്ടും. വിടില്ല, ഞാൻ ആരെയും വെറുതെ വിടില്ല. ഞാൻ പ്രസവിക്കേണ്ട കുഞ്ഞിനെ അവള് പ്രസവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇതിനുള്ള തിരിച്ചടി അവക്കും അയാൾക്കും കൊടുത്തേ പറ്റൂ. ഒരിക്കലും മറക്കാത്തൊരു തിരിച്ചടി. കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ കഴിക്കുന്ന മെഡിസിൻ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. ചെയ്യാം. പോയിട്ട് ഒരു 2 വീക്സ് കഴിഞ്ഞിട്ട് വരണം. ഓക്കെ. ശരി ഡോക്ടർ. പോവാം. സന്ധ്യ, നിന്നോട് എനിക്ക് ചിലത് ചോദിക്കാനുണ്ട്. എവിടെ നിന്റെ കാമുകൻ നന്ദൻ? നീ എന്താ കരുതിയത്? എന്നെ ഒഴിവാക്കിയിട്ട് അയാളെ കെട്ടി സുഖമായിട്ടങ്ങ് ജീവിക്കാന്നോ? ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കേണ്ട ദിവസം നീ അയാളെയും കൂട്ടിക്കൊണ്ടുപോയി നിന്റെ ബർത്ത്ഡേ ആഘോഷിച്ചു. ഇപ്പോ നന്ദൻ എന്നോട് ഡൈവോഴ്സ് ആവശ്യപ്പെട്ടിരിക്കുക. നീയാണതിന് പിന്നിലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നന്ദനോട് ഡിവോഴ്സ് ചെയ്യാൻ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. നീ ഗർഭിണിയാണോ? ആര് പറഞ്ഞു? പിന്നെന്തിനാ വഴിയിൽ വെച്ച് നീ ഛർദിച്ചപ്പോ നന്ദൻ നിന്റെ പുറം തടവി തന്നത്? എല്ലാത്തിനും സപ്പോർട്ടായിട്ട് അർച്ചനയും സച്ചി എല്ലാരും കൂടെ ചേർന്ന് പ്ലാൻ ചെയ്ത പദ്ധതിയാണിത്, അല്ലേ? എന്നെ നെല്ലിശ്ശേരിയിൽ നിന്ന് ഓടിച്ചിട്ട് നിനക്കവിടെ അയാളുടെ ഭാര്യയായിട്ട് കയറി വരണം, അല്ലേ? വേണമെങ്കിൽ എനിക്കിത് നേരത്തെ ചെയ്യായിരുന്നു. കല്യാണം കഴിച്ചിട്ട് നീ നന്ദനോട് എന്താ ചെയ്തത്? ഒരു ഭർത്താവിനോട് ചെയ്യുന്ന കാര്യങ്ങളാണോ നീ ചെയ്തത്? എന്നെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കരുത്. എന്റെ ഇഷ്ടം. എന്റെ ഭർത്താവിനോട് ഞാൻ എനിക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യും. അത് ചോദിക്കാൻ നീ ആരാടി? ഞാൻ അയാളെ പൂട്ടിയിടും, പീഡിപ്പിക്കും, ചിലപ്പോ കൊന്നൊന്നും വരും. പക്ഷെ മരണം വരെ ഞാൻ തന്നെ ആയിരിക്കും അയാളുടെ ഭാര്യ.
ആ സ്ഥാനത്തേക്ക് നീ കയറി വരാൻ ഞാൻ സമ്മതിക്കില്ല. അവിഹിത ഗർഭം ഉണ്ടാക്കി അയാളെ തട്ടിയെടുക്കാൻ നീ കരുതിയോ? അങ്ങനെയാണെങ്കിൽ നിന്റെ ഗർഭം ഒന്ന് കലങ്ങി ഇല്ലാതായിപ്പോട്ടെ. ഇവിടെ നിർത്തിക്കോണം. പ്രേമിച്ചതും അയാള് നിന്നെ കൊണ്ട് നടന്നതും ഒക്കെ ഞാൻ മറക്കാം. എനിക്ക് അയാളോട് പ്രേമം ഉണ്ടായിട്ടൊന്നുമല്ല ഞാൻ ഡൈവോഴ്സ് കൊടുക്കാത്തത്. എന്റെ ലക്ഷ്യങ്ങൾ വേറെയാ. അതൊക്കെ സാധിക്കണമെങ്കിൽ എനിക്ക് അയാളുടെ ഭാര്യാസ്ഥാനം വേണം. നെല്ലിശ്ശേരിയിലെ മൂത്ത മരുമകൾ എന്ന സ്ഥാനം മറ്റാർക്കും കൈമാറി കൊടുക്കാൻ എനിക്ക് സൗകര്യമില്ല. ജീവൻ വേണേ നീ ഇതിന്ന് പിന്മാറിക്കോണം. ആ റെസ്റ്റോറന്റിൽ വെച്ച് നിന്നെ അയാളെ കൂടെ കണ്ട നിമിഷം നിനക്ക് വേണ്ടി ഞാൻ ഓങ്ങി വെച്ചതായത്. മേലിൽ അയാളും നീ തമ്മിൽ ഒരു ബന്ധവും പാടില്ല. ഞാൻ ഈ പറഞ്ഞത് കേൾക്കാതെ ഇനി അത് തുടരാനാ ഭാവമെങ്കിൽ എന്നെ നിനക്ക് ശരിക്കറിയാലോ. അയാളുടെ വിധവയായിട്ട് നെല്ലിശ്ശേരിയിൽ ജീവിക്കാനും എനിക്ക് മടിയില്ല. എന്നാലും നിനക്ക് അയാളെ കിട്ടില്ല. മരണം വരെ അയാൾക്ക് എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ഇനി അയാളും നീയും തമ്മിൽ ഈ ബന്ധം തുടരുന്നെന്ന് ഞാൻ അറിഞ്ഞ 7 വർഷമല്ല, മരണം വരെ അയാളെ പൂട്ടിയിടും ഞാൻ. കേട്ടോടി? ഇനി ഇതുപോലെ നമ്മൾ തമ്മിലൊരു കൂടിക്കാഴ്ചയ്ക്ക് അവസരം ഉണ്ടാക്കരുത്. ഇതൊരു ടെസ്റ്റ് ഡോസ് മാത്രം. ഇനി ഒരു തവണ കൂടി ഞാൻ ഇവിടെ വരേണ്ടി വന്ന അത് നീ താങ്ങില്ല. ഓർത്തോ? നിങ്ങളെന്താ ഇത്ര ലേറ്റ് ആയത്? അതിന് ഞങ്ങളൊട്ടും ലേറ്റ് ആയില്ലല്ലോ അച്ഛാ. വന്നു കയറുമ്പോ അച്ഛൻ എന്തെങ്കിലും ചോദിക്കണ്ടേ? അതല്ല മക്കളെ, നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് മുതൽ ഞാനിവിടെ കാത്തിരിക്കുകയല്ലേ. ഈ ട്രാഫിക് പ്രോബ്ലം ഒന്നും അച്ഛൻ അറിയില്ലേ? അച്ഛനമ്മമാരുടെ മനസ്സിനും ചിന്തകൾക്കും ഒരു ട്രാഫിക് പ്രോബ്ലവും ഇല്ല. മക്കള് വരുന്നു എന്ന് പറഞ്ഞാ പിന്നെ ഓരോ നിമിഷവും അവർക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാ.